A+2 സ്വാഗതം. കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർ, അത് കേന്ദ്ര സർക്കാർ ജീവനക്കാരായാലും സംസ്ഥാന സർക്കാർ ജീവനക്കാരായാലും അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് ഇപ്പോഴത്തെ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനം. ഇൻകം ടാക്സ് പരിധി ഉയർത്തി എന്നുള്ളത് സന്തോഷിപ്പിക്കാത്ത ഒരു സർക്കാർ ജീവനക്കാരും ഉണ്ടാവില്ല. ആ പരിധിക്കുള്ളിൽ വരുന്നവരെ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിധി ഇത്രത്തോളം തന്നെ പെട്ടെന്ന് വർദ്ധിപ്പിക്കും. 7 ലക്ഷമായിരുന്ന ഈ വരുമാന പരിധി, ഇൻകം ടാക്സ് പരിധി ഇപ്പോൾ 12 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് കേട്ടാൽ കയ്യടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അത് വളരെ വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ഇതിനെ കാണാൻ. കേന്ദ്ര ബഡ്ജറ്റ് പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഇൻകം ടാക്സ് പരിധിയിലുള്ള വർധനവാണ്. 12 ലക്ഷം രൂപ വരെ വരുമാനം ഉള്ളവർ ഇനി നികുതി അടയ്ക്കേണ്ടതില്ല. നിലവിൽ 7 ലക്ഷമാണെന്ന് ഓർക്കുക. അങ്ങനെ വരുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് മറ്റൊരു കാര്യം കൂടി ചേർത്ത് വായിക്കാം. അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്താണെങ്കിൽ 12.25 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരില്ല. അത് കഴിഞ്ഞ് വരുമാനമുള്ളവർ മാത്രം ഇനി വരുമാന നികുതി അടച്ചാൽ മതിയാകും. ഇതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് നമുക്ക് പറഞ്ഞു വെക്കാതെ തരമില്ല. 7 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള 1 കോടിയിലധികം പേർക്കാണ് ഇപ്പോൾ ഈ പ്രയോജനം ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇതൊരു നിസ്സാര കാര്യമായിട്ടൊന്നും നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. വലിയ ഒരു കാര്യം തന്നെയാണ് കേന്ദ്രത്തിലെ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനം. 20,000 രൂപ മുതൽ 80,000 രൂപ വരെ നികുതി നൽകിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും പൂർണ്ണ മുക്തിയാണ് കേന്ദ്ര ബഡ്ജറ്റ് മുഖേന ലഭിക്കുന്നത്. സംസ്ഥാനത്തെ ജീവനക്കാരുടെ കാര്യം നമുക്ക് നോക്കാം. ഏകദേശം 5.25 ലക്ഷം ജീവനക്കാർ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 3/4 പങ്ക് പേർക്കും ഇനി വരുമാന നികുതി നൽകേണ്ടതില്ല, ഇൻകം ടാക്സ് നൽകേണ്ടതില്ല എന്നുള്ളത് അവരെ സന്തോഷിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. നിലവിൽ ഏകദേശം ഈ ഓഫീസ് അറ്റൻഡ്, UP സ്കൂൾ അസിസ്റ്റൻറ്റ്, LD ക്ലാർക്ക് തുടങ്ങിയ താഴേക്കിടയിലുള്ള തസ്തികയിലുള്ളവർക്ക് നികുതി കൊടുക്കേണ്ടിയിരുന്നില്ല. പക്ഷേ അപ്പർ ഡിവിഷൻ ക്ലാർക്ക് മുതൽ മുകളിലേക്കുള്ളവരെല്ലാം തന്നെ നികുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ പലരും ഇതിൽ നിന്നും മുക്തരാവുകയാണ് എന്നുള്ളത് അവരെ സന്തോഷിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ 19% DA ആണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകാൻ കിടക്കുന്നത്. ഇപ്പോൾ ഈ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ DA പ്രഖ്യാപനം വരാത്തത് ഒരു കണക്കിന് നന്നായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് പ്രഖ്യാപനം വന്നെങ്കിൽ പലരും ഇത് നികുതി കൊടുക്കേണ്ടി വരുന്ന ക്രൈറ്റീരിയയിൽ ഉൾപ്പെട്ടു പോകുമായിരുന്നു. ഇപ്പോൾ ഈ 19% പിന്നെ പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് പലരും ഈ പരിധിക്ക് അകത്ത് വന്നതും. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ നികുതി കൊടുക്കേണ്ടി വരാത്ത സ്ഥിതി അവർക്ക് ലഭിച്ചിരിക്കുന്നതും. തോറും അടയ്ക്കേണ്ടി വരുന്ന നികുതി ബാധ്യതയിൽ നിന്നും അവർ മുക്തരായി എന്നുള്ളത് പറയാതെ വയ്യ. മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കുമ്പോൾ ഇത് വളരെയധികം ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുന്ന മറ്റ് കാര്യങ്ങളിൽ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പ 3 ലക്ഷം രൂപയായിരുന്നത് 5 ലക്ഷമായി കൂട്ടിയിട്ടുണ്ട്. അത് കർഷകർക്കായാലും ക്ഷീര കർഷകർക്കായാലും മത്സ്യത്തൊഴിലാളികൾക്കായാലും അത് വലിയൊരു ഗുണം ചെയ്യുന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല വേറൊന്ന് പറയുന്നത്, ഈ ക്യാൻസർ ഡേ കെയർ സെൻറ്ററുകൾ വരികയാണ്. എല്ലാ ജില്ലാ ആശുപത്രികളിലും 3 വർഷത്തിനകം അങ്ങനെ ഒരു ഡേ കെയർ സെൻറ്റർ വരുമെന്നുള്ള പ്രഖ്യാപനവും ഈ രോഗം ബാധിച്ചവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. 200 ഡേ കെയർ സെൻറ്ററുകൾ ഈ വർഷം തന്നെ വരും. മറ്റേത് ജില്ലാ ആശുപത്രികളോട് അനുബന്ധിച്ച് 3 വർഷത്തിനുള്ളിൽ വരികയും ചെയ്യും. മരുന്നുകളുടെ വിലയും കുറച്ചിട്ടുണ്ട്. ക്യാൻസർ, അതുപോലെ ഈ അപൂർവ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ അങ്ങനെ ആ രോഗങ്ങൾക്കെല്ലാം വേണ്ടി വരുന്ന 36 മരുന്നുകളുടെ വില കുറച്ചു. 6 ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണിൻ്റെ വില കുറയും. LCD TV യുടെ വില കുറയും. ഇലക്ട്രിക് വാഹനങ്ങളുടെ
വില കുറയും. ഇങ്ങനെയൊക്കെ ചില പിന്നെ വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ഈ കേന്ദ്ര ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും വലിയ ആക്ഷേപങ്ങൾ വരാത്ത ഒരു ബഡ്ജറ്റാണ് ഇതെന്ന് പറയാതെ വയ്യ. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം വളരെ വളരെ സന്തോഷത്തിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒറ്റയടിക്ക് തന്നെ ഈ വർധനവ് വരും എന്നുള്ള കാര്യത്തിൽ. അതിനെ സംബന്ധിച്ച് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമാണെന്നൊക്കെ ചില ആക്ഷേപങ്ങൾ വരുന്നു എന്നുണ്ടെങ്കിലും ജനങ്ങൾ അതൊന്നും അങ്ങനെ പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് തന്നെ നമ്മൾ പറയണം. അത് കേന്ദ്ര സർക്കാരായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും നമ്മളത് പറയേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റ് ഈ സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വളരെ ഫലപ്രദമായ ഒരു പ്രഖ്യാപനം തന്നെയാണെന്ന് ഞങ്ങളും പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ബഡ്ജറ്റിന് ഞങ്ങളും കൈയടിക്കുന്നു. നന്ദി.